നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT രജിസ്റ്റർ ചെയ്ത 2 കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 4 പ്രതികൾ സ്വാഭാവികമായ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു. 1, 2, 3, 4 എന്ന് പറയുന്ന വിധത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ബന്ധപ്പെട്ട് SIT അറസ്റ്റ് ചെയ്ത 4 പ്രതികൾ സ്വാഭാവികമായി ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രതി ഒഴികെ ബാക്കി എല്ലാവർക്കും സ്വാഭാവികമായ ജാമ്യമാണ് കിട്ടിയത് എന്നാണ് കൃത്യമായി പറയാൻ സാധിക്കുക. എന്നാൽ ഇനി വരും ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അകത്ത് കിടക്കുന്ന CPM-ന്റെ സമുന്നത നേതാക്കളായ CPM-ന്റെ മുൻ കോന്നി MLA ആയ A. പത്മകുമാറും CPM-ന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന കമ്മീഷണറായിരുന്ന N. വാസു അടക്കമുള്ള ആളുകൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങും, സ്വാഭാവികമായ ജാമ്യം കിട്ടി പുറത്തിറങ്ങും എന്നുള്ള വസ്തുത തന്നെയാണ് പറയാൻ കഴിയുക. കാരണം കുറ്റപത്രം സമർപ്പിക്കാതിരുന്നാൽ, ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അവരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ നിന്നും അവർക്ക് നിയമാനുസൃതമായി സ്വാഭാവിക ജാമ്യം കിട്ടാൻ അർഹതയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അംഗീകാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിയമ വ്യവസ്ഥിതി അനുസരിച്ച് ഇപ്പോൾ ഈ പ്രതികളെല്ലാവരും തന്നെ 90 ദിവസം ജാമ്യം 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കപ്പെടാത്ത ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യത്തിന് അർഹരായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇനി വരുന്ന ദിവസങ്ങളിൽ, അതായത് 1-2 ആഴ്ചയ്ക്കകം തന്നെ പത്മകുമാറും N. വാസുവും അടക്കം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിൽ അകത്ത് കിടക്കുന്ന എല്ലാ പ്രതികളും ജാമ്യം കിട്ടി പുറത്തിറങ്ങും എന്ന് പറയുമ്പോൾ എന്താണ് SIT-യുടെ അന്വേഷണത്തിന്റെ മികവ് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഇത്രയും ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നത് SIT-ക്ക് എന്നാണ് പൊതുജനം ഇപ്പോൾ എടുത്തു പറയുന്നത്. ഇത് തന്നെയാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിയതും ഭരണപക്ഷത്തെ വെട്ടിലാക്കിയതും. SIT ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണവശാലും സ്കോട്ട്ലൻഡ് യാർഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരല്ല, ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ല, മറിച്ച് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള SIT ഉദ്യോഗസ്ഥന്മാർ അതാത് അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ 2 ആഴ്ച കൂടുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കണം എന്നുള്ള ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു. ഇത് SIT-ക്ക് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം തന്നെയായിരുന്നു. അത്തരത്തിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൃത്യമായി ആദ്യ അന്വേഷണ ഘട്ടങ്ങളിലെല്ലാം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച്, അതായത് 2025-ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പിന്നീട് CPM-ന്റെ സമുന്നതരായ നേതാക്കളിലേക്ക് ആരും തന്നെ SIT അന്വേഷണം കടന്നു ചെല്ലുന്നില്ല. ഈ ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ SIT-യെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതിരൂക്ഷമായ ഭാഷയിൽ SIT-യോട് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഉന്നതരായ നേതാക്കൾക്കെതിരെ നിങ്ങൾക്ക് അന്വേഷണം നടത്തുവാൻ മടിയുണ്ടോ എന്നുള്ള ചോദ്യം ഉയർന്നത്. പിന്നീടാണ് പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും എല്ലാം അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് കുറെ കഴിഞ്ഞിട്ടാണ് KP ശങ്കർദാസിനെ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തത്. KP ശങ്കർദാസിന്റെ മകൻ SP ആയതിന്റെ പേരിൽ, ഉന്നത സ്വാധീന ബന്ധമുള്ളതിന്റെ പേരിൽ തന്നെയാണ് KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതിക്ക് വീണ്ടും അതിൽ ഇടപെടേണ്ടതായി വന്നു. അതെന്ത് തന്നെയായാലും ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി അകത്ത് കിടക്കുന്ന എല്ലാ ആളുകൾക്കും സ്വാഭാവിക ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക് SIT കേസ് അട്ടിമറിച്ചു എന്ന് തന്നെയാണ് പ്രതിപക്ഷവും പറയുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് SIT-ക്ക് ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെടാൻ സാധിക്കാതെ പോയത് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ പല ഘട്ടത്തിലായി, പല പ്രാവശ്യം, പല തവണയായി SIT-ക്ക് മേൽ ഹൈക്കോടതിയുടെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. ആദ്യം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളി കാണാതെ പോയതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് SIT-യെ ഏൽപ്പിച്ചിരുന്നത്. പിന്നീട് കട്ടിളപ്പടി കാണാതെ പോയ അന്വേഷണം കൂടി SIT-യെ ഏൽപ്പിക്കുന്നു. ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് കൊടിമരത്തിലെ സ്വർണം അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് SIT-ക്ക് മേൽ വരുന്നത്. അത് അന്വേഷിക്കുമ്പോഴാണ് അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളുമായി ബന്ധപ്പെട്ട് അതേ തരത്തിലുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണോ ശബരിമല നടന്നിരിക്കുന്നത്, അതുകൊണ്ട് അത്തരത്തിലുള്ള അന്വേഷണം കൂടി വേണം എന്ന് SIT-ക്ക് വീണ്ടും സമ്മർദ്ദമുണ്ടാകുന്നു. ആകപ്പാടെ കൂടിക്കൊഴിഞ്ഞ ഒരു മട്ടിൽ ഈ കേസ് മുന്നോട്ട് അന്വേഷണം പോകുമ്പോൾ SIT-ക്ക് ഒരു കേസിലും കുറ്റപത്രം ഭംഗിയായി സമർപ്പിക്കാൻ സാധിക്കാതെ വരുന്നു. ആ കേസിൽ അറസ്റ്റ് ചെയ്ത അകത്തായ ആളുകളെല്ലാവരും സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംജാതമാകുന്നു. ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത കൂടിയാണ് പുറത്തു വരുന്നത്. അതായത് ഇനി എന്തെങ്കിലും ഒരു കാലത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT-ക്ക് കുറ്റപത്രം സമർപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ SIT-യുടെ അന്വേഷണം ഭംഗിയായി നടക്കുന്നു, വിശ്വാസയോഗ്യമായ രീതിയിൽ നടക്കുന്നു എന്ന് കഴിഞ്ഞ ആഴ്ച കൂടി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു SIT-യെ ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അഭിനന്ദിക്കുക കൂടി ചെയ്തു. അതായത് SIT ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നടത്തുന്ന അന്വേഷണം ഫലപ്രദമാണ്, അത് ശരിയായ ദിശയിലാണ് എന്ന് ഹൈക്കോടതി സമർത്ഥിക്കുമ്പോൾ ഇനി SIT കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് വളരെ സങ്കീർണമായ ഒരു കേസാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടത്. തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വിദേശ മാർക്കറ്റിൽ ഈ തൊണ്ടി മുതൽ വിറ്റിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അന്വേഷണം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഒരു തരത്തിലും പഴുതില്ലാത്ത ഒരു കുറ്റപത്രം സമർപ്പിച്ചാൽ മാത്രമേ ഈ കോടതിയിൽ ഈ കേസ് വിചാരണയ്ക്ക് എത്തുമ്പോൾ പ്രതികൾ രക്ഷപ്പെടാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ SIT-ക്ക് മതിയായ സമയം കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതി അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. SIT-യുടെ അന്വേഷണത്തിൽ അവർ പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഒരു അപകടം നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് SIT എന്തെങ്കിലും ഒരു കാലത്ത് പഴുതില്ലാത്ത രീതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ആ കുറ്റപത്രം വിചാരണ കോടതിയിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ കേസ് വിചാരണ കോടതിയിലാണ് എത്തുക. വിചാരണ കോടതി എന്ന് പറഞ്ഞാൽ വിജിലൻസ് കോടതിയിലാണ് എത്തുക. പ്രിവെൻഷൻ ഓഫ്
കറപ്ഷൻ എന്ന ആക്ട് പ്രകാരമാണ്, അഴിമതി നിരോധന ആക്ട് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനാൽ വിജിലൻസ് കോടതിയിലാണ് ഈ കേസ് വാദിക്കാൻ സാധിക്കുക. അതായത് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഈ കേസ് വരിക. ആ കോടതിയാവട്ടെ ഹൈക്കോടതിയുടെ കീഴിലുള്ള ഒരു കോടതിയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നിരിക്കുന്നത് എന്നതിനാൽ SITയുടെ അന്വേഷണം പരിപൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ആ അന്വേഷണത്തിൽ പരിപൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം ശരിയായിരുന്നു എന്ന് തന്നെയായിരിക്കും വിചാരണ വേളയിൽ അഡീഷണൽ സെഷൻസ് കോടതിയുടെ അഭിപ്രായം ഉണ്ടാകാൻ പോകുക. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് എതിരെ SIT എടുത്തിരിക്കുന്ന നടപടികളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശരിവെച്ചതിനാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ, അതായത് വിജിലൻസ് കോടതിയുടെ മേൽക്കോടതിയായ ഹൈക്കോടതിയുടെ നിരീക്ഷണം തെറ്റാണ് എന്നൊരു കാരണവശാലും വിജിലൻസ് കോടതി പറയില്ല. മറിച്ച് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെ ശരിവെച്ചുകൊണ്ടായിരിക്കും വിജിലൻസ് കോടതിയിൽ നിന്നും ഒരു ഉത്തരവുണ്ടാകാൻ സാധ്യത. അങ്ങനെയെങ്കിൽ പ്രതികളെല്ലാവരും വീണ്ടും സുപ്രീം കോടതിയിൽ പോകുകയാണെങ്കിൽ ഇവിടെയാണ് മറ്റൊരു ഇരട്ടത്താപ്പ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ക്രൈം ഓൺലൈന്റെ നിരീക്ഷണമല്ല ഇത്. നിയമവൃത്തങ്ങളുടെ, അതായത് വിദഗ്ധരായ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംശയം തന്നെയാണ്. സംശയമല്ല, 2021 ഏപ്രിൽ മാസം 11-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് ഓരോ കേസ് അന്വേഷണത്തിൽ ഇടപെടാൻ ഒരു കോടതിക്കും ഇടപെടാൻ സാധ്യമല്ല. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണ ചുമതലയിൽ പോകുമ്പോൾ ഒരു കോടതിക്കും അതിൽ ഇടപെട്ട അഭിപ്രായം പറയാൻ സാധിക്കില്ല. കോടതികൾക്ക് അത്തരം കേസുകളിലെ അന്വേഷണങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് 2021 ഏപ്രിൽ മാസം 11-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട്. പിന്നീട് വരുന്ന എല്ലാ അന്വേഷണങ്ങൾക്കും ഈ ഒരു ഉത്തരവ് ബാധകമാണ് എന്നിരിക്കെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തിയത് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഈ കേസ് നേരത്തെ ഉണ്ടായ 2021 ഏപ്രിൽ മാസം 11-ാം തീയതി ഉണ്ടായ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണത്തിലും കോടതിക്ക് ഇടപെടാൻ പാടില്ല എന്ന തരത്തിൽ സുപ്രീം കോടതി നിരീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യതയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് തന്നെയാണ് ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ലാവലിൻ കേസ് പോലെ, കരുവന്നൂരിൽ നടന്ന ബാങ്ക് തട്ടിപ്പ് പോലെ, അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ കേസ് പോലെ തള്ളിപ്പോകാനാണ് സാധ്യത, തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ ആരാണ് ഈ കേസുമായി ഒളിച്ചു കളിച്ചത് എന്നുള്ളത് തന്നെയാണ് ചോദ്യം. എന്താണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ഇനി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന വിധി എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.